Hello everyone, how are you all? Welcome to a new video of English with Hapish. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിവുകളെക്കുറിച്ചാണ്. അതെ, എബിലിറ്റീസ്. എനിക്ക് നീന്താൻ കഴിയും, എനിക്ക് നന്നായി ഫുട്ബോൾ കളിക്കാൻ കഴിയും, എനിക്ക് വേഗത്തിൽ കാർ ഓടിക്കാൻ കഴിയും. കഴിവുകളെക്കുറിച്ച് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് മോഡൽ വേർബ്സ് ഉപയോഗിക്കുന്നു. ഒന്ന് ക്യാൻ, മറ്റത് കുഡ്. വർത്തമാനകാലം അഥവാ പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കാൻ ക്യാനും ഭൂതകാലം അഥവാ പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കാൻ നമ്മൾ കുഡും ഉപയോഗിക്കുന്നു. ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ എക്സാമ്പിൾസ് ആൻഡ് യു വിൽ ഗെറ്റ് എ ബെറ്റർ ഐഡിയ. എനിക്ക് നീന്താൻ കഴിയും, ഐ ക്യാൻ സ്വിം. അവന് പാചകം ചെയ്യാൻ കഴിയും, ഹീ ക്യാൻ കുക്ക്. അദ്ദേഹത്തിന് നന്നായി ചെസ് കളിക്കാൻ കഴിയും, ഹീ ക്യാൻ പ്ലേ ചെസ് വെരി വെൽ. അദ്ദേഹത്തിന് വേഗത്തിൽ ഓടാൻ കഴിയും, ഹീ ക്യാൻ റൺ ഫാസ്റ്റ്. ഇതെല്ലാം ഇപ്പോഴത്തെ അഥവാ വർത്തമാനകാലത്തെ കഴിവുകളാണെന്ന് ഓർക്കുക. ക്യാനിൻ്റെ നെഗറ്റീവ് ഫോമാണ് കനോട്ട് അല്ലെങ്കിൽ കാൺട്ട് എന്ന കോൺട്രാക്ഷൻ. ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ എക്സാമ്പിൾസ്. അവൾക്ക് കണ്ണാടിയില്ലാതെ വായിക്കാൻ കഴിയില്ല, ഷീ കനോട്ട് റീഡ് വിത്തൗട്ട് ഗ്ലാസസ്. എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയില്ല, ഐ കനോട്ട് സ്പീക്ക് ഫ്രഞ്ച്. ദേ കനോട്ട് ഫിക്സ് കമ്പ്യൂട്ടേഴ്സ്. അവർക്ക് കമ്പ്യൂട്ടർ ശരിയാക്കാൻ കഴിയില്ല. നമ്മൾക്ക് ദേ കാൺട്ട് ഫിക്സ് കമ്പ്യൂട്ടർ എന്നും പറയാം. ഓക്കെ, കനോട്ട് അല്ലെങ്കിൽ കാൺട്ട്. എലഫൻറ്റ്സ് കനോട്ട് ക്ലൈംബ് ട്രീസ്. ആനകൾക്ക് മരം കയറാൻ കഴിയില്ല, അല്ലെങ്കിൽ എലഫൻറ്റ്സ് കാൺട്ട് ക്ലൈംബ് ട്രീസ്. ഒരു പ്രവർത്തനം ചെയ്യാനുള്ള നിലവിലെ അഥവാ പ്രസൻറ്റിലെ കഴിവില്ലായ്മ ഓർ ഇന്നെബിലിറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എബിലിറ്റീസ്, കഴിവുകളെക്കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴാണ് കുഡ് ഉപയോഗിക്കുന്നത്? മുൻകാലം അഥവാ ഭൂതകാലത്ത് ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെക്കുറിച്ച് പറയാൻ നമ്മൾ കുഡ് ഉപയോഗിക്കുന്നു. ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ എക്സാമ്പിൾ. ചെറുപ്പത്തിൽ എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. വെൻ ഐ വാസ് യങ് ഐ കുഡ് റൺ ഫാസ്റ്റ്. കഴിയുമായിരുന്നു എന്ന് പറയാൻ നമ്മൾ കുഡാണ് ഉപയോഗിക്കുന്നത്. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അനായാസം മരങ്ങളിൽ കയറാൻ കഴിയുമായിരുന്നു. We could climb trees effortlessly when we were little. Effortlessly, അനായാസം. ഞാൻ ദുബായിലായിരുന്നപ്പോൾ രാത്രി ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ശാരീരിക അസൗകര്യം മൂലം ഇപ്പോൾ രാത്രി ജോലി ചെയ്യാൻ കഴിയുന്നില്ല. I could work at night. I could work at night when I was in Dubai. But now I am not able to work at night because physically I am not well. എനിക്ക് ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു. I could work. ഞങ്ങൾക്ക് മുമ്പ് ഒന്നിലധികം പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫ് കുറവാണ്. We could manage multiple projects before, but now we are short-staffed. We could manage. കുഡിൻ്റെ നെഗറ്റീവ് ഫോമാണ് കുഡ് നോട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാക്ഷനായ കുഡിൻറ്റ്. എപ്പോഴാണ് നമ്മൾ കുഡിൻറ്റ് ഉപയോഗിക്കുന്നത്? ഭൂതകാലത്തെ കഴിവില്ലായ്മ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാൻ. ലെറ്റ്സ് ലുക്ക് അറ്റ് എ ഫ്യൂ എക്സാമ്പിൾസ്. ഇന്നലെ അവൾക്ക് അവളുടെ താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഷീ കുഡൻറ്റ് ഫൈൻഡ് ഹർ കീസ് യെസ്റ്റർഡേ. കഴിഞ്ഞില്ല, കുഡൻറ്റ്. അനദർ എക്സാമ്പിൾ. ജീവനക്കാരുടെ കുറവ് മൂലം പ്രൊജക്റ്റ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. They couldn't finish the project on time because they were short on staff. They couldn't finish അല്ലെങ്കിൽ they could not finish. Another example. പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന് യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. He couldn't join the trip because his passport had expired. Let's conclude today's episode, my friends. സോ നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കാനാണ്. ക്യാൻ നോട്ട് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ഇൻഎബിലിറ്റിയെ സൂചിപ്പിക്കാനാണ്. കുഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് എബിലിറ്റിയെ സൂചിപ്പിക്കാനും കുഡ് നോട്ട് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഇൻഎബിലിറ്റിയെ സൂചിപ്പിക്കാനുമാണ്. Thank you for watching. So if you like the video, please share, subscribe, comment your feedbacks. Thank you once again. Thank you so much.